ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണക്കിറ്റിൻ്റെ വിതരണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പൂർത്തിയായി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ പല ഡിപ്പോകളിൽ നിന്നും സ്റ്റോക്ക് പോവാതെ ഈ ഓണക്കിറ്റ് ലഭിക്കാത്ത പല ആളുകളുണ്ട്. നീല വെള്ള കാർഡുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ അതല്ല പറയുന്നത്. സാധാരണ സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രഖ്യാപിച്ച് ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടക്കുന്ന, കേരളത്തിൽ പൊതുവെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കുന്നത്. നാളെ 30/8/2020 ഞായറാഴ്ച ദിവസം റേഷൻ കട തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അതേ ദിവസം എല്ലാവർക്കും, എല്ലാ കാർഡുള്ള ആളുകൾക്കും, അതായത് ഇതുവരെ ഓണക്കിറ്റ് വാങ്ങാത്ത മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്, നീല കാർഡ്, അതോടൊപ്പം വെള്ള നിറത്തിലുള്ള കാർഡുള്ള ആളുകൾക്കും റേഷൻ കിറ്റ് വിതരണം ഉണ്ടാകുന്നതാണ്. നാളെ കിറ്റ് വാങ്ങാൻ കാർഡിൻ്റെ കളർ നോക്കണ്ട, നമ്പർ നോക്കണ്ട, എല്ലാവർക്കും പോയിട്ട് റേഷൻ കടയിൽ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിറ്റ് ലഭിക്കുന്നതാണ്. അതിനകത്ത് ഭൂരിഭാഗം വരുന്ന റേഷൻ കടകളിലും ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് നടക്കുന്നത്. ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രം സ്റ്റോക്കുകൾ റേഷൻ കടകളിൽ എത്താത്തത് മൂലം കിറ്റ് വിതരണം വൈകിയിട്ടുണ്ട്. ഇതിൻ്റെ വിതരണം പിന്നീട് ഉണ്ടാവുക എന്നാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും, ഓണ അവധി ആയിരിക്കും. അതിനുശേഷം വ്യാഴാഴ്ചയാണ് പിന്നീട് റേഷൻ കട തുറന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ആ സമയത്ത് തന്നെ വിതരണം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതുവരെ കിറ്റ് എത്താത്ത ഡിപ്പോകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഇതുവരെ കിറ്റ് എത്താത്ത സ്ഥലങ്ങളിൽ കിറ്റ് വന്നതിന് ശേഷമായിരിക്കും വിതരണം. കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരം ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ നമ്മളുടെ കമൻറ്റിൽ കുറേ ആളുകൾ കണ്ടു, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, നീലക്കാർഡാണ്, കിറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയായിരിക്കാം, അവരുടെ ഡിപ്പോയിൽ അത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-20 ലക്ഷത്തോളം ആളുകൾക്ക് കിറ്റ് കിട്ടാൻ വഴുകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ കണക്കിൻ്റെ കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്ക് അറിയില്ല. 4 നിറത്തിലുള്ള കാർഡുകാർക്കും, AAY എന്ന് പറയുന്ന മഞ്ഞ കാർഡുകാർക്കും, PHH എന്ന് പറയുന്ന പിങ്ക് കളർ കാർഡുകാർക്കും, പിന്നെ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല കാർഡുകാർക്കും, നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട വെള്ള കാർഡുകാർക്കും നാളെ കിറ്റ് വിതരണം ഉണ്ടാവും. അപ്പോൾ ഇന്നായിരുന്നു 0 മുതൽ 4 വരെ അവസാനിക്കുന്ന വെള്ള കാർഡുകാർക്ക് വിതരണം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയുള്ള വിതരണം എല്ലാവർക്കും നടന്നു. ഇന്ന് വിതരണം ഇല്ലാത്തത് വെള്ള കാർഡിൽ 5 മുതൽ 9 വരെ നമ്പറിൽ അവസാനിക്കുന്ന വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് കിറ്റ് വിതരണം ഇല്ലാതിരുന്നത്. അപ്പോൾ നാളെയാണ് അത് വിതരണം ഉണ്ടാവുക. അപ്പോൾ നാളെ വിതരണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നാളെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നാളെ റേഷൻ കട 9 മണിക്ക് തുറന്നിട്ട് ഈ പോസ്റ്റ് മെഷീൻ ഓൺ ആക്കിയിട്ട് ഒരു 5-ന് ശേഷമുള്ള ഒരു നമ്പർ അടിച്ചു നോക്കുമ്പോഴാണ് അവരുടെ കിറ്റ് അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ 27-ാം തീയതി അത്തരം ഒരു അവസ്ഥ നീല കാർഡിനുണ്ടായിരുന്നു. 6 മുതൽ 9 വരെയുള്ള നീല കാർഡുകാർക്കായിരുന്നു 27-ാം തീയതി കിറ്റ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ കിറ്റ് അന്ന് അതിൽ അപ്ഡേറ്റ് ആയി വരാൻ ആ ദിവസം 27-ാം തീയതി 5 മണി ആയി. അതുവരെ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും കിറ്റ് വാങ്ങാം, എല്ലാ നീല കാർഡുകാർക്കും നമ്പർ നോക്കാതെ കിറ്റ് വാങ്ങാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ 5 മുതൽ 9 വരെയുള്ള വെള്ള കാർഡുകാർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ചെറിയൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ച് സമയത്തിന് റേഷൻ കട തുറന്ന സമയത്ത് തന്നെ അവരത് അപ്ഡേറ്റ് ആയിട്ട് വന്നോണം എന്നില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നാളെ 5 മുതൽ 9 വരെയുള്ള കാർഡുകാർക്കാണ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള, അവർക്കുള്ള ദിവസമാണ് നാളെ. പക്ഷേ എല്ലാവർക്കും, ഇതുവരെ കിറ്റ് വാങ്ങാത്ത എല്ലാ കാർഡുകാർക്കും നമ്പർ നോക്കാതെ കിറ്റ് വിതരണം ചെയ്യുമെന്നാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.